ഹായ് പീപ്പിൾ, മൈസെൽഫ് രേണിമ. ഞാൻ കൂട്ടിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഐ ഹാവ് എ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ക്ലിനിക്കൽ ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജി ഫ്രം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക. അതുപോലെ തന്നെ ഞാനിപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോഗ്നിറ്റീവ് സയൻസിൽ. ആൻഡ് ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം LGBTQIA+. LGBTQIA+ എന്നുള്ളത് ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്യൂർ, ഇൻ്റർസെക്സ്, അസെക്ഷൽ ആൻഡ് പ്ലസിലേക്ക് വരുന്ന സമയത്ത് ഇനിയും ഒരുപാട് ടേംസ്, അതായത് അതൊരു ഒരു വലിയ അംബ്രല്ല ടേമാണ്. അപ്പോൾ ഒരുപാട് സെക്ഷൽ ഓറിയൻറ്റേഷൻസ്, ജെൻഡർ ഐഡൻറ്റിറ്റീസിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഇൻക്ലൂസീവ് ടേമാണ് LGBTQIA+. ഓരോ വ്യക്തിക്കും അവരുടെ ഐഡൻറ്റിറ്റി എന്നത് വളരെ വ്യക്തിപരമായ ഒന്നാണ്. അപ്പോൾ അതിനെ മനസ്സിലാക്കി ബഹുമാനിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും തൻ്റെ ഐഡൻറ്റിറ്റി തിരിച്ചറിയുന്ന ഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് വലിയ തോതിലുള്ള ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഓവർ തിങ്കിങ് അനുഭവപ്പെടാറുണ്ട്. ഇത് കേവലം ചിന്തകളിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ ബാധിക്കും. ഉദാഹരണത്തിന്, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ വല്ലാതെ കുറക്കാം. അപ്പോൾ ഇത് ക്രമേണ ഒരു ഇമോഷണൽ ഡിസ്ട്രെസ്സിലേക്കും മറ്റുള്ളവരിൽ നിന്നും ഉൾവലിയുന്ന ഒരു സോഷ്യൽ വിഡ്രോവലിലേക്കും നയിച്ചേക്കാം. സ്വന്തം വ്യക്തിത്വം മറച്ചു വെക്കേണ്ടി വരുന്നത് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ് ഫ്രം ഹൈഡിങ് ഒരു വ്യക്തിയെ മാനസികമായി വല്ലാതെ തളർത്താറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫലമായി ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതായി തോന്നാം. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് നിരന്തരമായിട്ടുള്ള കൺഫ്യൂഷൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ സങ്കടവും ആങ്സൈറ്റിയും ഒക്കെ ദൈനംദിന ജീവിതത്തിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഭയം കാരണം സ്വന്തം ഇഷ്ടങ്ങൾ തുറന്നു പറയാൻ സാധിക്കാത്ത അവസ്ഥയോ ആത്മവിശ്വാസമില്ലായ്മയോ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ അത് മറികടക്കാൻ കൃത്യമായ തെറാപ്പി സഹായിക്കും. ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഈ യാത്രയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഐഡൻറ്റിറ്റി എക്സ്പ്ലോറേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ചിന്തകളിൽ വ്യക്തത വരുത്താനും കമ്മിങ് ഔട്ട് പോലുള്ള വെല്ലുവിളികൾ നേടുന്ന സമയത്ത് ഉണ്ടാകുന്ന ആകുലതകൾ കുറക്കാനും ഞങ്ങൾ സഹായിക്കുന്നു. കൂടാതെ ജെൻഡർ ഡിസ്ഫോറിയ അനുഭവിക്കുന്നവർക്ക് മാനസികമായിട്ടുള്ള കരുത്ത് നൽകുക, സോഷ്യൽ അല്ലെങ്കിൽ ഫാമിലി പ്രഷർ കൈകാര്യം ചെയ്യുക, സെൽഫ് അക്സെപ്റ്റൻസ് വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഞങ്ങൾ പ്രധാനമായും ചെയ്യുന്നത്. ഇതിനായി മലയാളികൾക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്ന കൗൺസിലിംഗ് പ്ലാറ്റ്ഫോമാണ് കൂട്ട്. സേഫായ, ജഡ്ജ്മെൻ്റ് ഇല്ലാത്ത ഒരിടത്തിൽ ഹെൽപ്പ് തേടുന്നത് ഒരു പോസിറ്റീവ് സ്റ്റെപ്പാണ്. നിങ്ങളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുന്ന മലയാളി തെറാപ്പിസ്റ്റുകളാണ് ഞങ്ങളുടെ അടുത്തുള്ളത്. 749 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പാക്കേജ് വഴി നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള സമയം തിരഞ്ഞെടുക്കാം. ഇതിനായി ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു സൈക്കോളജിസ്റ്റിനെ തിരഞ്ഞെടുത്ത് ആദ്യത്തെ സെഷൻ ബുക്ക് ചെയ്യാം. പിന്നീട് ഓൺലൈൻ കൺസൾട്ടൻസിയിലൂടെ തെറാപ്പിസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഞങ്ങൾ ട്രാക്ക് ചെയ്യുകയും അതിനുള്ള ആവശ്യമായ സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഞങ്ങൾ ട്രാക്ക് ചെയ്യുകയും ആവശ്യമായ സപ്പോർട്ട് തുടർച്ചയായി നൽകുകയും ചെയ്യും. കൂട്ട് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ എപ്പോഴും ഇതിനായി ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് അനുയോജ്യമായൊരു സൈക്കോളജിസ്റ്റിനെ തിരഞ്ഞെടുത്ത് ആദ്യ സെഷൻ ബുക്ക് ചെയ്യാം. പിന്നീട് ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ തെറാപ്പിസ്റ്റിനെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്യണേ. ഓക്കെ. ഇതിനായി ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു സൈക്കോളജിസ്റ്റിനെ തിരഞ്ഞെടുത്ത് ആദ്യത്തെ സെഷൻ ബുക്ക് ചെയ്യാം. പിന്നീട് ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ തെറാപ്പിസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഞങ്ങൾ ട്രാക്ക് ചെയ്യുകയും ആവശ്യമായ സപ്പോർട്ട് തുടർച്ചയായി നൽകുകയും ചെയ്യും. കൂട്ട് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ എപ്പോഴും അടുത്തുണ്ട്. കൂട്ടിനുണ്ട് കൂട്ട്.